ഞങ്ങളുടെ ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചെടുത്ത ലാസ്റ്റ് ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ റീച്ച് കയറിയ ഒരു റീൽ ഉണ്ടായിരുന്നു. വീടെന്ന് പറയുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന ടയർ മൊത്തം ഞാൻ ഇവനും അപ്പനും കയറ്റി വാങ്ങി അപ്പൻ സ്റ്റെപ്പിനെയാ കേട്ടോ. ഈ വീട് ഒരു വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ 4 ടയറാണ് ഞങ്ങളല്ല. അപ്പൻ സ്റ്റെപ്പിനെയാണ്. ആദ്യം അപ്പനെ തന്നെ കാണാൻ. ഇപ്പൊ ഒരു ചട്ടിയും നിലത്ത് വീണ് ഞാനും നിലത്ത് വീണ അപ്പൻ ആദ്യം വന്ന് ചട്ടി എടുക്കുന്നത്. ഇന്ന് നമ്മള് ആരെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് അതെ, ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് പഴയതായിട്ട്? അമ്മയുണ്ട്, അപ്പനുണ്ട്. ചേച്ചിയുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത്? ക്വാളിറ്റിയോ? ചേച്ചിയുടെ അതെന്തോ എന്താണ് അമ്മയുടെ സ്പെഷ്യലായിട്ട്? തരുന്നതിന്റെ കൂടെ 2 വഴക്കും കാണും. മെയിൻ ഏരിയ ഞങ്ങളുടെ മുറിയാ. ഞങ്ങള് കയറുന്ന സ്ഥലമല്ല മെയിനാ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുവാണല്ലേ? ഒറ്റയ്ക്കൊന്നുമല്ല, ഞാനും ഉണ്ട്. ഇവളുണ്ട്. പിന്നെ ഞാൻ തന്നെ കോസ്റ്റ്യൂം ഒക്കെ ഇറങ്ങിയേ. ഇൻട്രോ പറഞ്ഞു വന്നായിരുന്നു. ഓക്കെ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. വഴി പോട്ടെ. പിന്നെയും വെൽക്കം ടു ജാങ്കോ സ്പേസ് ഞാൻ പറയണായിരുന്നു, അതിനാണ് വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ തുടങ്ങല്ലേ? അതെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാരും ചോദിക്കുന്നതായിരുന്നു അല്ലെ, കുറച്ചും കൂടി വിശേഷം വേണം, ഇവരുടെ കുറച്ചും കൂടെ കാര്യങ്ങൾ കേൾക്കണം, ഇവർ ഇന്റർവ്യൂല് പറയുന്നൊക്കെ സത്യമാണോ എന്ന് അറിയണം. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ വന്നേക്കാണ്. വീട്ടിൽ വന്ന് ഇന്റർവ്യൂല് പറഞ്ഞേക്കുന്ന കുറെ ക്യാരക്ടേഴ്സിന്, അച്ഛൻ, അമ്മ, ചേട്ടൻ, അളിയൻ, വേട്ടാവളിയൻ, എല്ലാവരെയും കണ്ടുപിടിക്കാം. എല്ലാരും കാണാം, നേരിട്ട് കാണാൻ വേണ്ടി തന്നെ വന്നേക്കാണ്. അപ്പൊ ചേട്ടനൊരു കാര്യം കണ്ടോ, നമ്മുടെ ഡ്രസ് കോഡും ഇവരുടെ വീടിന്റെ കളറും എല്ലാം ഒരേപോലെ ഉണ്ട്. കണ്ടോ, പെർഫെക്റ്റ് അല്ലേ? നമ്മുടെ അതിഥികൾ ആരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ചേട്ടന് ഈ ഗംഭീരമായി ഇന്റർവ്യൂ കൊടുത്ത ആ അതിഥികളാണ് ഇവിടെ ആ മൂലയ്ക്ക് ആ ചെടിച്ചിട്ടിട്ട് പുറകെ 2 പേര് ഒളിച്ചിരിക്കുന്നുണ്ട്. ക്രിസ്മസ് ഗിഫ്റ്റ്. നല്ല ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ അതിഥികൾ ഇവരാണ്. അങ്ങനെ കുറെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവര് നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത്, ചേട്ടാ ചേച്ചി വീട്ടിലേക്ക് ഒന്ന് വരുമോ? അങ്ങനെ ഞങ്ങൾ വന്നത് അല്ലേടാ? അതെ. സംശയം. അതെ, അപ്പോ നമുക്ക് അതേ കയറാം. കഴിഞ്ഞ ഇന്റർവ്യൂല് ചോദിച്ച പോലെ തന്നെ ആദ്യം തന്നെ നമുക്കൊന്ന് ഉറപ്പ് വരുത്താം, ആരാണ് എവിൻ, ആരാണ് കെവിൻ. ഇതുവരെ മനസ്സിലായില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. അന്ന് ഞാൻ അറിയാവുന്നവർ കമന്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞാൽ ഒരു ഫോട്ടോ കയ്യിലെടുക്കാൻ. ഞങ്ങള് മനസ്സിലാൻ വേണ്ടി ഉടുപ്പ് വരാൻ ഈ മൈക്കുള്ളവൻ കെവിൻ, ആ മൈക്കുള്ളവൻ കെവിൻ. വലിയൊരു വ്യത്യാസമായിരുന്നു. വീട് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ അലങ്കരിക്കണം. അങ്ങോട്ടേക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു ഇതാരാണ് ഇത്ര അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നത്? ഞങ്ങളുടെ അപ്പൻ. അപ്പനാണ്. ഞങ്ങളെക്കാളും സ്നേഹിക്കുന്ന ഈ സാധനങ്ങൾ സീരിയസ് ആയിട്ട്, അതായത് പറിച്ച ഇപ്പൊ കൊല്ലുവന്നെ. ഇപ്പൊ ഒരു ചട്ടിയും നിലത്ത് വീണ് ഞാനും നിലത്ത് വീണ അപ്പൻ ആദ്യം വന്ന് ചട്ടി എടുക്കത്തുള്ളൂ. അല്ല, അതുള്ള സീരിയസ് ആയിട്ടുള്ള അത് വേറെ പ്രോഡക്റ്റ്. മറിയാമ്മ ഈ വീട് ഏകദേശം ഞാൻ അങ്ങോട്ട് ചോദ്യം ഇട്ട് കൊടുത്തു. ഏകദേശം 60 വർഷം. 60 വർഷം പഴക്കമുണ്ട്. ഏത് ഉറപ്പിക്കാതായാലും അത് അപ്പനോട് ഞാൻ ഇതിന്റെ അല്ല, ശാസ്ത്രവശം എന്ന് അറിഞ്ഞൂടാ. ശാസ്ത്രവശം അറിയില്ല. വീട് ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമ്മുടെ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ. അതല്ലേ ഇതിട്ടുണ്ട് എല്ലാം കൂടി ചൊമ്പായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതിൽ ആരൊക്കെ ആരാന്ന്. അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഈ നക്ഷത്രം ഈ വട്ടത്തെയാണോ? അല്ല അല്ല, ഞാൻ വിചാരിച്ചു നമ്മള് ക്രിസ്മസിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് എടുക്കാൻ പറഞ്ഞോണ്ട് ഇവര് ഡെക്കറേഷന്റെ കളറൊക്കെ നോക്കിക്കേ. അല്ല, ഇത് ലൈറ്റ് അടിപൊളിയാ. പിന്നെ
എന്തായാലും ഇന്റർവ്യൂ കുറച്ചും കൂടെ നീളുവാണെങ്കിൽ നമ്മളത് ലൈറ്റ് എത്തി കാണുന്നതായിരിക്കും. ഇന്നിവര് ഇവിടെ കിടക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു ഈ ചെടി എല്ലാം അപ്പൊ നട്ടു വളർത്തുന്നതാണ് അല്ലേ? ഇതിന് വെള്ളം ഒഴിക്കുന്നതെന്ന് നോക്കുന്നത് എല്ലാം നമ്മളോടൊന്നും ചെയ്യാൻ പോലും പറയത്തില്ല. അതെന്താ? എന്നാന്ന് പറഞ്ഞു നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ്. അല്ല ചെടികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. നമ്മളെന്തായാലും ചെയ്ത പ്രശ്നം അത് ശരിയാണ്, ശരി. ഇവിടെ ഇന്ന് നമ്മൾ ആരെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് അല്ല, ഇവര് പല ഇന്റർവ്യൂവിലും പല കാര്യങ്ങളും വളരെ മനോഹരമായി വിശേഷിപ്പിച്ചേക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിന്റെ അകത്തുണ്ട്. അവരുടെ റിയാക്ഷൻ ലൈവായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതെ, ഞങ്ങളുടെ ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് എടുത്ത ലാസ്റ്റ് ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ റീച്ച് കയറിയ ഒരു റീൽ ഉണ്ടായിരുന്നു. എന്താണ് ആ റീല്? അത് ഈ വീട്ടിലെ ഒരു വണ്ടിയാണെങ്കിൽ ഇവരൊക്കെ ഓരോ വണ്ടിയുടെ 4 ടയറാണ് ഞങ്ങളെല്ലാം. അപ്പൻ സ്റ്റെപ്പിനെയാണ്. ആദ്യം അപ്പനെ തന്നെ കാണാനുണ്ട്. നമുക്ക് ഫസ്റ്റ് അപ്പനെ കണ്ട് ഇതൊക്കെ ചോദിച്ചു വേണം തുടങ്ങാൻ. പിന്നെ ഇവരൊക്കെ പറയുന്നത് ഇവിടുത്തെ കണ്ണിലുണ്ണിയാണ്, അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും അല്ലേ? അമ്മയ്ക്ക് സഹായം ചെയ്യും, വീട്ടിൽ കുക്ക് ചെയ്യും, കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതൊക്കെ നമുക്ക് അകത്ത് ചോദിച്ചറിയണം. അപ്പൊ എന്തായാലും അപ്പൊ നമുക്കൊന്ന് അകത്തേക്ക് കയറിയാലോ. ഒരു മിനിറ്റ് കാര്യം ചെയ്യട്ടെ. എക്സാം ഒക്കെ എന്തായി? അതൊക്കെ വിടും, നമുക്ക് അകത്ത്. അല്ലല്ലോ, ഒരു മിനിറ്റ് എക്സാമിന്റെ കാര്യമൊക്കെ പറയും, വിശേഷങ്ങൾ പറയും. എക്സാം അടുത്ത ആഴ്ചയല്ലേ, അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ ഇപ്പോഴേ ടെൻഷൻ ആവണം. ക്രിസ്മസ് അവധിക്ക് മുമ്പ് എക്സാം. അത് തന്നെ, ഞാൻ ഇവന്റെ കൂടെ പഠിച്ചോന്നാണ് ചോദ്യം. ഇലക്ഷൻ ഒക്കെ നടക്കുമല്ലേ? എത്ര വയസ്സായി? 17. അത് ഇലക്ഷൻ എന്താ ബന്ധം? അവരുടെ ഓട്ടവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിന്റെ ഇടയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ? നാടിന് വേണ്ടി പഠിപ്പ് മാറ്റി വെച്ചാൽ കൊള്ളാടാ, കൊള്ളാം. അന്ന് നമുക്ക് അകത്തേക്ക് കയറാം. കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ. അമ്മമാരോടാണ് കുറെ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. ഞാൻ പോട്ടെ. ഒരു രക്ഷയില്ലട്ടോ, രസമായിട്ടാണ് ആ വീട് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ക്രെഡിറ്റ് മുഴുവൻ കെവിനും ഒന്ന് മാറി അപ്പനും കൊടുക്കായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ വീട്ടിൽ 3 റൂമേ ഉള്ളൂ. നമ്മൾ വരുത്തി തീർത്ത് അത്രേ ഉള്ളൂ, കൊച്ചു വീടാ. ശരിക്കും എത്ര റൂമുണ്ട്? 4. ഒരു റൂം വെച്ച് ബാക്കി എല്ലാവരും ആ റൂമാണോ നിങ്ങളുടെ? അല്ല, ഞങ്ങളുടെ റൂമാ വൃത്തിയാക്കിയ. എന്തായാലും അങ്ങോട്ട് കയറത്തില്ല. ഇത്ര വർഷം പഴക്കമുള്ള വീട് ഇത്രയും ഭംഗിയായിട്ട് അല്ലെ? അപ്പോഴും നല്ലൊരു ക്ലാപ്പ്. തീർച്ചയായിട്ടും ഈ ക്ലോക്കും പഴയ അന്നത്തെ ഇപ്പൊ നല്ലൊരു ക്ലാപ്പ് തന്നേനെ. പഴയത് അപ്പൻ ജനിക്കുന്നതിനൊക്കെ മുമ്പുള്ള ക്ലോക്കാ. അത് മറ്റേ ഇതടിക്കും, ടിങ് ടിങ് ഗിയർ. അടിപൊളി, കൊള്ളാം. ഇവിടെ ആന്റിക് ഷോപ്പിനകത്തോട്ടാ കയറിയേക്കുന്നത്. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് പഴയതായിട്ട്? അമ്മയുണ്ട്, അപ്പനുണ്ട്. അയ്യോ അയ്യോ, ഇത് പിന്നെ ഈ സെക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. നീങ്ങി കൊടുക്കൂ. എന്നെ പോലെ തിളക്കമുള്ള കുറെ വസ്തുക്കൾ. നിനക്കൊന്നും പറയാനില്ലേ? ചേച്ചിമാരുടെ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തട്ടി മാറ്റി കളഞ്ഞു. ചേച്ചിമാരുടെ ആയിരുന്നു ഇത്. ഇത്രയും ഭാഗം ഉണ്ടായിരുന്നു, മാറ്റി. അതല്ല നോക്കൂ, മഴവിൽ ചിരിയാവോട് 1, മഴവിൽ ചിരിയാവോട് 2. എത്ര ഉണ്ടോ നോക്ക്, കണ്ടോ? അല്ല, അവിടെ ഉണ്ട്. ഇനി അവിടെ ഉണ്ട്. കസിൻസ് അല്ലേ ഇത്? മൊത്തം കസിൻസ്. അല്ല, അത് അപ്പച്ചനാ കേട്ടോ, അത് കസിനാന്ന് പറയും. ഇത് അപ്പച്ചൻ. അത് ഒരു ഉറങ്ങുന്ന കുട്ടി ഉണ്ടല്ലോ, അതാരാ? ഇതോ? ഇതാ ചേച്ചി. ചേച്ചിയാണോ അത്? ഞങ്ങളുടെ ചേച്ചിയാ, അറിയാതെ കണ്ണടച്ച് പോയത്. ഞങ്ങൾ അതായത് ഈ ജനറേഷനിൽ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ളതാണ് ഞങ്ങള്. ഇത് 2006 ഫോട്ടോ. ഈ ഫോട്ടോ കണ്ടാ അറിയാം. ഈ വീട്ടിൽ ഇതാണ് കുടുംബ വീട്. ഇവിടെ മൊത്തം കസിൻസ്. ഭയങ്കര ഞങ്ങളില്ലായിരുന്നു ആ സമയം. എനിക്ക് അതൊക്കെ കാണുമ്പോ സങ്കടം വരും. ജനിക്കേണ്ടതായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാലോ. ഇതും അപ്പൻ. ഇപ്പൊ ഇവിടെ ചിരിച്ചുകൊണ്ട് പോയെ? അപ്പം ഗൗരിയക്കാരനൊന്നുമില്ല. അവർ എഫക്ട് ഇടുന്നതാണോ? എഫക്ട് അന്ന് ഫിൽറ്റർ ഒന്നും ഇല്ലല്ലോ, അപ്പം തന്നെ കിട്ടതാണ്. അപ്പൊ ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞില്ലേ? രണ്ട് കുഞ്ഞി ഫോട്ടോസ്, പഴയ. അത് സൂം ചെയ്തോളാം. പൊത്തിപ്പിടിച്ച് എന്തായാലും സൂം ചെയ്തോ. സൂം ചെയ്യാൻ വേണ്ടിട്ടാ പൊത്തിപ്പിടിച്ച്. എനിക്കറിയാം എന്തായാലും സൂം ചെയ്യാം. അടുക്കളയല്ല, അത് ഡൈനിങ് റൂമ്.
അതിന്റെ അപ്പുറം അടുക്കള. ആ ഫോട്ടോ നോക്ക്. വരൂ guys, വരൂ. ഇതാണ് ഇതാണ് വൻ വിപ്ലവം ഉണ്ടാക്കിയ. വിപ്ലവകരമായ സംഭവം അല്ലേ? എനിക്ക് ഇത് കാണുമ്പോ ആദ്യം ഓർമ്മ അറിയാമോ, എനിക്ക് ഷുഗറാ. അതൊക്കെ കൈന്നിട്ടല്ല അത് പെട്ടെന്ന് പറഞ്ഞത് ചേട്ടാ. അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ടൈമിൽ? ഷൈൻ ചേട്ടൻ വരുമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഇവൻ അവിടെ പോയി ഇങ്ങനെ കുറെ കോപ്പറം കാണിക്കുമെന്നുള്ള പ്ലാൻ ചെയ്തതാണ്. തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരും ഓർത്തില്ല, പിടി വിട്ടുപോയി. ഈ മാമി എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി. എനിക്ക് ഷുഗറാ. അവൻ ഒഴിഞ്ഞു മാറിയതാ. ഫോൺ നമുക്ക് വേണം. അതല്ലേ അവിടെ വലിയ കുട്ടി മറിയാമ്മ. അപ്പൊ അന്ന് എല്ലാം യാദൃശികമായി സംഭവിച്ചു. അത് മൊത്തം യാദർശികായിരുന്നു. ശരിക്കും പേടിച്ചിട്ടാ കേറിയത്. അതല്ലേ. ഷൈൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു പരിപാടിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ചപ്പോൾ? ഷൈൻ ചേട്ടൻ അതായത് ഞങ്ങൾ ആദ്യമേ കയറി കുറച്ച് ഇന്ററാക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കട്ട് വിളിക്കുമല്ലോ, അതായത് പ്രോപ്പർട്ടി ഒക്കെ വെക്കാൻ. അപ്പൊ ഞങ്ങളുടെ അടുത്തോട്ട് വന്നേ പേടിച്ചു പോയി. എന്നെ എങ്ങാണ് ഇനി കളിയാക്കി അങ്ങനെ വല്ലതും പറയാനെന്ന് ഓർത്ത് പുള്ളി അത്രയും കളിയാക്കി അങ്ങനെ അറിയാം. അയ്യോ അടിപൊളി, വൻ സപ്പോർട്ട് ആട്ടോ. എന്നാലും ഒരാളെ ഒറ്റക്കിട്ടിട്ട് പോയപ്പോ തോന്നിയില്ലേ? എനിക്ക് സന്തോഷം. പിന്നെ എനിക്ക് രക്ഷപ്പെട്ട ഞാൻ പറയില്ല, പേടിച്ചിട്ട് അറിയാതെ വന്നു പോയതാ. അല്ലാതെ ഞാൻ വെക്കണം അത് അങ്ങനെ ഒരു സാധനം. ഇതേപോലെ നിങ്ങൾ പേടിച്ചൊരു ഗസ്റ്റ് ആരാ ഇതേപോലെ ഷോയിൽ വെച്ചു? ഷോയിൽ എല്ലാരും പേടിയാ. അല്ല അതൊന്നും തോന്നത്തില്ല, അവരെ പേടിപ്പിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അത് അവിടെ കേറിയ ആർക്കായാലും പേടിയാകും ചേട്ടാ. പെട്ടെന്ന് ആ ലൈറ്റ് മൊത്തം ഇങ്ങനെ കത്തി നമ്മളെ എല്ലാരും ഫോക്കസ് ചെയ്തോണ്ട് നിൽക്കുമ്പോ പേടിയായി. പിന്നെ മെയിൻ ഏരിയ ഞങ്ങളുടെ മുറിയാ. ഞങ്ങള് കേറുന്ന സ്ഥലമല്ല മെയിനാ. ഇനി കേറാൻ പോകുന്നത് ഒരു മുറിയിലോട്ടാണ്. ഇത് അപ്പനും അമ്മയും കിടക്കുന്ന. അപ്പനും അമ്മയും ഞങ്ങളെല്ലാരും ഇവിടെ ആയിരുന്നു കിടക്കുന്നത് പണ്ട്. അതായത് ചേച്ചിമാരും ഇവിടെ കിടക്കും, ഞങ്ങളും കിടക്കും, അപ്പനും അമ്മയും കിടക്കും. ഇത്രയും താങ്ങാനുള്ള ഇതുണ്ട്. ശരിക്കും ഞങ്ങളെല്ലാരും ആ നടുമുറിയില് താഴെയായിരുന്നു കിടന്നത് അവധി സമയത്ത്. എല്ലാരും ഓടി നടക്കുന്നു. ക്യാമറയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന മുഖം കിടക്കത്തില്ല. ഞങ്ങളുടെ അപ്പന്റെ മുറിയാ. അപ്പന്റെ മുറിയാ. അപ്പന്റെ മാറി നിൽക്കുക. അപ്പനെ തൊട്ട് പുറകെ ഒളിച്ചത് കൊണ്ടുവന്ന് അതിൽ അപ്പൻ നമ്മുടെ ക്യാമറമാനെ കെട്ടിപ്പിടിച്ചാ നിൽക്കുന്നത്. അത് ഞങ്ങളുടെ ചേച്ചിയായിട്ട് വരും. അത് വീട്ടുകാരെല്ലാം എക്സ്പ്രഷൻ ഉള്ള. അപ്പം മറ്റേ ഇങ്ങനെ ചേച്ചി കണ്ണടച്ച്. ഞങ്ങളുടെ ഇല്ല. ചേച്ചിയെ നമ്മള് വിളിക്കാത്തോളാം. ചേച്ചി ചുമച്ചൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചി. ഈ വീട്ടിലെ വേറൊരു പഴയ സാധനം. ചേച്ചിയുടെ ചേട്ടൻ ഹസ്ബൻഡ് അല്ലേ? ഇത് ചേച്ചിയുടെ. ഇതാണ് ചേച്ചി. ഇതാണ് മറിയക്കുട്ടി അല്ലേ? മറിയക്കുട്ടി ഹായ് പറ. എന്ത് കഴിവാ കിട്ടിയ? ഞങ്ങളുടെ നാണം അത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ? അത് നിങ്ങളുമായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തോന്നാത്ത. അതല്ലേ അവിടെ ഞങ്ങള് താന്നിരുന്നത്. അല്ല ഞങ്ങളുടെ അടുത്ത് മറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടല്ല. ചേച്ചിയുടെ എന്ത് ക്വാളിറ്റിയാണോ നിങ്ങൾ പഠിച്ചേക്കുന്നത്? ക്വാളിറ്റിയോ? എന്തോ അത് ഇവൻ അങ്ങനെയായിരുന്നു. ഇവൻ അത്രയും പ്രശ്നക്കാരനല്ലായിരുന്നു. ഇവനായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവൻ ഭയങ്കര സൈലന്റ് ആയിപ്പോയി. രണ്ടുപേരും ഉണ്ട്. അവനെ പറ, ഞാൻ ഈ കുട്ടിക്കോളുടെ ഇത് തരാം. ശരിക്കും ഇവര് കുട്ടിക്കാലത്ത് കാണിച്ചതിൽ ഭയങ്കര സഹിക്കാൻ പറ്റാതെ പോയൊരു വികൃതി ഉണ്ടോ? അത്രയും ഓർക്കുന്നില്ല. കാരണം എന്റെ 17ാമത്തെ വയസ്സിൽ വന്നോണ്ട് ഞാൻ പിന്നെ അടുത്ത് പഠിക്കാൻ പോയി. അപ്പൊ ഞാൻ അവളാ പിന്നെയും ഇവന്മാരുടെ കൂടെ ഒത്തിരിയും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വരും. അത് ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്ന് ഞങ്ങൾ ഇട്ടേച്ചു പോയത് ഇപ്പോഴാണെന്ന്.
അത്രയും ഓർക്കാൻ ശരി പോട്ടെ എല്ലാം പോട്ടെ. ഇപ്പോഴത്തെ അവരുടെ ഒരു നല്ല ക്വാളിറ്റി പറ തിരിച്ച്. അവരുടെ എന്ന് പറയുന്നത് ഇവന്റെ അല്ലെ എന്റെ അങ്ങനെ വേറെ വേറെ ചോദിക്കാം. ആ ശരി ഒരാളുടെ പറഞ്ഞു. ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും ഇല്ല. ആ, എന്തായാലും മനുഷ്യനെ quality കണ്ടു കഴിഞ്ഞാൽ വർത്താനം ഇവൻ എല്ലാരോടും ഒന്ന് മിങ്കിളാകും. എല്ലാരോടും ഒന്ന് വന്നു കഴിഞ്ഞാൽ കയറി വരുന്നവരെ ഒന്ന് വെൽക്കം ചെയ്യാനും അതിനൊക്കെ. ഇവനെ ഈ ലോകത്തെ അല്ല. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വരുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ ഇവനൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം അളിയൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വരേണ്ട ആവശ്യം വന്നപ്പോൾ ചോദിച്ചപ്പം ഇവനോടാ ചോദിച്ചത്, ഇവനില്ലായിരുന്നു. ഇവനോട് ചോദിച്ചു, അച്ചു ഇതുപോലെ ആരാടാ വരുന്നെന്ന്. വരുന്നോ? ഇവിടെയോ? എനിക്കറിയാൻ മേലല്ലോ. അപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചോട്ട് നീ ചുമ്മാ നുണ പറഞ്ഞതാണോന്ന് ചോദിച്ചു. പുള്ളി ഈ കാര്യത്തെ പറ്റി ഇവൻ അറിഞ്ഞിട്ടേ ഇല്ല, ഒന്നുമില്ല. ഞങ്ങള് വീട്ടില് മൊത്തത്തിലായിട്ടിരുന്ന് സംസാരിച്ചാലും അച്ഛൻ ഇതിനെ പറ്റി ഒന്നും അവന് ബൾബ് കത്തയച്ചിട്ട് അറിയത്തില്ല അച്ഛനൊരു കാര്യം. അച്ചു അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ യു ചേച്ചി. താങ്ക് യു. പൈസ പിന്നെ തരാം. അടുത്ത ഇത് ശരിക്കും ഈ മുറി എന്ന് പറയുന്ന അപ്പച്ചന്റെ മുറിയായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചൻ കിടന്നോണ്ടിരുന്ന മുറിയാ. പിന്നെ അതല്ല ഇപ്പൊ അവിടെ എന്താ ഇപ്പൊ ഞാനും ഇവനുമാണ് കിടന്നത്. അപ്പച്ചൻ കിടന്ന മുറിയില്. ഓക്കെ എന്നാ ആ മുറിയിലേക്കാണ്. അവിടെ എന്തൊക്കെ മാജിക് ആണ് നമുക്ക് കാണാം. ഇവിടെ കൊറേ മാജിക് ഉണ്ടല്ലോ. തലവണ എല്ലാം വളർന്ന് മനുഷ്യന്മാരെ. ഇവിടെ കൊറേ മാജിക് ഉണ്ട് ഗൈസ്. പറഞ്ഞേ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മുറിയാണെന്നത്. നല്ല ചിരിയല്ലേ? ഫ്രഷ് പേര്. അവര് പറഞ്ഞ ജോലി കിട്ടിയില്ലല്ലോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നാവല്ലോ. മറ്റേ പാട്ടുകാരൻ എന്താ അരവിന്ദിന്റെ പേര് അല്ലേ? അഗ്രജ് നമ്മുടെ സ്റ്റാർ സിംഗറില്. അങ്ങനൊന്നും പറയല്ലേ. ഇനി പാട്ട് പാടിക്കും. പോയായിരുന്നു ഓഡീഷന് സെലക്ട് ആയില്ല. ഇല്ലേ? ഇവൻ പാടുവോ? എന്തോ ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ബാക്കില് നിങ്ങളുടെ ചാനല് കോപ്പിറൈറ്റ് അടിച്ചു പോകും. അപ്പൊ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോവാം. അടുത്തത് ഊണുമുറി. ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലേ? എല്ലാ വീടുകളിലെയും ഇതാണ് ഊണുമുറി. ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു കഴിപ്പൊക്കെ ചെറുതായിട്ട് നമ്മ സാധനങ്ങളൊക്കെ മാറ്റാണ്ട് പെട്ടെന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാണ് നിങ്ങൾ വട്ടമേശ സമ്മേളനങ്ങൾ കംപ്ലീറ്റ് ഈ വീട്ടിൽ നടക്കുന്നത്. അതെ, ഇവിടെ ഇരുന്നാണ് മറ്റേ ഇവര് കഥ പറയുമ്പം അവൻ ഔട്ടായി പോകുന്നത് അല്ലേ? ഇവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പം ചെറുതായിട്ടൊന്ന് ഔട്ടായി പോകുന്നു പറഞ്ഞില്ലേ? അപ്പൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കും, അവൻ ഇവിടെ ഇരിക്കും, അമ്മ എവിടെ ഇരിക്കും. അമ്മ എവിടെ ഇരിക്കും? അമ്മയല്ലേ മെയിൻ. അല്ല അമ്മക്ക് എങ്ങനെ അമ്മക്ക് ഇഷ്ടമുള്ള അമ്മ അതൊന്നും ചോദിക്കാൻ പോകല്ലേ. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അല്ല നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ദോശയാണ്. ദോശയാണ്. നെയ്യൊക്കെ അമ്മയും എന്താണ് നെയ് റോസ്റ്റ് മിക്കവാറും ദിവസം അതായിരിക്കും. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നെയ് റോസ്റ്റില് അതിന്റെ മണ്ടയിൽ സൂപ്പർ ടേസ്റ്റാ. ഓ അടിപൊളി. പിന്നെ പാലപ്പം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാലപ്പം എങ്ങനെയാണ് ഭയങ്കര സോഫ്റ്റ് ആക്കി ഉണ്ടാക്കുന്നത്? ഇവര് വേറെ എവിടെയും കഴിച്ചു? ഞാനിവിടെ കരിക്കാണ് ഇടുന്നത്, തെങ്ങേന്ന് കരിക്കാണ് ഇടുന്നത്. അത് സാധാ അരയ്ക്കുന്ന പോലെ അരച്ച് ഇച്ചിരി ഈസ്റ്റ് ഇട്ട് അരച്ച് വെച്ചിട്ട് കരിക്കിടുന്നതിന്റെയാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ഇത് അമ്മയുടെ ദോശ തന്നെ അല്ലാതെ വേറെ പാലപ്പം ഇഷ്ടമാണ്. പാലപ്പം. നോൺ വെജ് ഒക്കെ എല്ലാം ഇഷ്ടമാണ്. എന്താണ് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ട്? തരുന്നതിന്റെ കൂടെ 2 വഴക്കും കാണും. അത് സ്പെഷ്യൽ അല്ല, അത് എപ്പോഴും ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സൗണ്ട് വെച്ചുള്ള വർത്തമാനവും അതിന് അവന്മാർ പറയുന്നത് വഴക്കാ. അതുകൊണ്ടാണ് ഞെട്ടിക്കൽ ദോശയല്ലേ? അതുകൊണ്ടാണ് അവന്മാർ ഇത്രയും നല്ലതാന്ന് എല്ലാവരും പറയുന്നത്. ചിന്തിക്കാത്തേ വഴക്ക് പറഞ്ഞ് വളർത്തിയോണ്ടാണ് ഇതുപോലെ ആയേ അല്ലേ? പറയുന്നില്ലല്ലോ.
അതെ. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കഴിക്കുന്നതിൽ പ്രത്യേക രീതിയൊക്കെ ഉണ്ടോ? ഇത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? തോരൻ കൂട്ടത്തില്ല. രണ്ടുപേരും രണ്ടുപേരും തോരൻ കൂട്ടത്തില്ല. നിർബന്ധമൊന്നും. മോര് കാച്ചിയതും പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി പിന്നെ പാവയ്ക്ക വറുത്തത് അങ്ങനെയൊക്കെയുള്ളൂ. തോരനൊന്നും കൂട്ടത്തൊന്നുമില്ല. രണ്ടുപേരും. ഞാനിവിടെ ഒച്ച വെച്ച് ഇച്ചിരി ഒരു സ്പൂൺ വെച്ച് കൊടുക്കും, അത് കൂട്ടിക്കണമെന്ന് പറയും. അല്ലാതെ ഒന്നും കൂട്ടത്തില്ല. മീൻ കറി കൂട്ടത്തില്ല, മീൻ വറുത്താലേ ഉള്ളൂ. ചേച്ചിയൊക്കെ ഉണ്ട്, ചേച്ചിയോടൊക്കെ ചോദിച്ചു. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ, അതൊന്നും കുഴപ്പമില്ല. ഇവന്മാർക്കേ ഉള്ളൂ. പക്ഷേ അവളുമാരൊന്നും അങ്ങനെ എനിക്കില്ലായിരുന്നു. അവന്മാർ വന്നേ പിന്നെ അതിന് ഇളയ മോള് പറയും, അമ്മ വളർത്തി വെക്ക്, വരുന്നവർക്ക് ശല്യമായിട്ട് വളർത്തി നോക്ക് നോക്ക മുഖത്തെ ഒരു സന്തോഷം നോക്ക്. കെട്ടിച്ചൂടാ പേടി ആരാണ്? പണിയാണ്. ഇവര് കെട്ടിച്ച് വേറെ വീട്ടിലേക്ക് കുട്ടി ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കെട്ടിച്ച് എന്നാലും കെട്ടിക്കാൻ ഒരു മടിയുള്ള പേടിയുള്ള ചേച്ചിമാര് പറയുന്ന കെട്ടിക്കൊന്നും വേണ്ട, ഇനി കൊണ്ടുവന്നോളൂ എന്നാണ് ചേച്ചിമാര്. ഒരമ്മയും കൂടെ ഉണ്ടല്ലോ ഇവിടെ, ഇങ്ങി പോരും. അതാണ് അവരുടെ അമ്മ, ഞാനല്ല. ശരിക്കും ശരിക്കും അവരുടെ അമ്മയാ. അങ്ങനെ പറയുന്നതിനാ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോ എന്റെ തലയിലോട്ട് തരും അമ്മ. അങ്ങനെ വരുമ്പോ മാത്രം അവരുടെ എല്ലാ കാര്യവും അവളാന്ന് നോക്കുന്നത്. ശരിക്കും കെട്ടിച്ചു ഈ പറഞ്ഞ കെട്ടിക്കാൻ പേടി ആരെയായിരിക്കും? അച്ചു. അതെന്താ? അങ്ങനെയല്ല. നോർമലി ഇപ്പം നമ്മള് കല്യാണം കഴിച്ച് പോയേക്കുന്നുണ്ട്, നമുക്കറിയാലോ. ഈ കുനിഞ്ഞ് നിന്നിട്ട് അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് എടുത്തു തരാൻ പറയില്ല, അവര് തന്നെ കുനിഞ്ഞ് നിന്നിട്ട് പറയും അതിങ്ങെടുത്തു. അതിൻ്റെ അകത്ത് നമുക്ക് ഭയങ്കര ബാധ്യത തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് അത് അവനായിരിക്കും കുറച്ച് മടി അത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ മാറ്റിയെടുക്കും അല്ലടാ. പിന്നെ അയ്യോ ഭയങ്കര ടെൻഷൻ. എങ്ങും ഞങ്ങൾ മനോരമയില് മഴവിൽ മനോരമയിൽ തന്നെ വിടത്തില്ലല്ലോ, ഞങ്ങളല്ലേ കൂടെ പോകുന്നേ. ഭയങ്കര ടെൻഷനായിരുന്നു. ഇല്ല, അവര് 4 മണിക്കൊക്കെ എഴുന്നേക്കുമ്പോ കാണാം അമ്മയുടെ ഒരു മെസ്സേജ്, മോനെ കഴിച്ചോടാ. അയ്യോ പാവമുണ്ട്. ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴാണ് ഇത് കാണുന്നത്. അവിടെ 3 സ്ഥലത്തായിട്ടാ പരിപാടി. അപ്പൊ ഓരോ സ്ഥലത്ത് ഫ്ലൈറ്റ് കയറി പോണം. അപ്പൊ ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് ഇത് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ പറ്റൂല, അപ്പോഴൊക്കെയാ കാണുന്നത്. അപ്പൊ ടെൻഷൻ ആവും. ഇത് ഫുൾ വോളിയത്തിലായിരിക്കും കിടക്കുന്നത്, നമ്മൾ അറിയത്തില്ല. പാസഞ്ചേഴ്സ് ഓൾ ബി സീറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം സൈലന്റ് ആയിട്ടിരിക്കും. ടേക്ക് ഓഫ് ആകുമ്പോ എടാ കുട്ടാ അമ്മരെ ഞങ്ങളങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. പോട്ടെ ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ വിടത്തില്ല, ഒറ്റയ്ക്ക് ഞാൻ അമ്മ പോന്ന് പറഞ്ഞ അമ്മയും വരത്തില്ല. അമ്മയ്ക്ക് ഉറക്കം കിട്ടിയോ എന്നിട്ട് ആ ദിവസങ്ങളിൽ? അതൊന്നും കുഴപ്പമില്ല. എന്നാലും പേടി വഴിറ്റി പോവോ കൂട്ടം തെറ്റി പോവോ അങ്ങനെ എന്താണ്? അങ്ങനെയല്ല, നമ്മളിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അവരുടെ ഒരു ഡ്രസ്സ് പോലും എടുക്കാൻ അവർക്ക് അറിയില്ല. ഒന്നാമത് അതൊരു കാര്യം. പിന്നെ ഞങ്ങൾ എങ്ങനെ അവിടെ വരെ പോയിട്ട് ഇവിടെ ഇപ്പൊ പഠിച്ചു. അവര് പോക്ക് പോയതോടുകൂടി ഓസ്ട്രേലിയ പോയിട്ടാണോ ഇത് പഠിച്ചത്? അങ്ങനെ വിട്ടാലേ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു കഴിവ് തെളിയിക്കാൻ. ഓസ്ട്രേലിയ പോയി സ്വഭാവം പഠിച്ചിട്ട് വന്നു. അതിന് മുന്നേ അറിയാം. തുണി പോലും ഇന്ന് വരെ നനച്ചിട്ടില്ല. തുണി നനയ്ക്കുന്ന പോട്ടെ, എന്നാലും കൊച്ചല്ലേ. പക്ഷെ പിന്നെ അമ്മ എന്നുള്ള ഒരു ഇത് അവനാ. ഇവനോ? അല്ല, എൻ്റെ അച്ഛമ്മ. ഇന്നലെയാണ് കൂട്ടത്തിൽ നിന്ന് പനിയായിരുന്നു, കൂട്ടത്തിൽ നിന്ന് ഓടിച്ചൂട്ടി നീ അപ്പുറത്ത് പോയി കിടന്നാൽ മതി. ഞങ്ങളെല്ലാരും ഒന്നിച്ചായിരുന്നു. ഇവര് പോയിട്ട് ഇപ്പൊ ഓസ്ട്രേലിയ ട്രിപ്പ് ഒക്കെ പോയപ്പോ എപ്പോഴും വിളിച്ചിങ്ങനെ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമോ? ഞങ്ങൾ എത്തി, ഞങ്ങൾ കഴിച്ചു, അങ്ങനെയൊക്കെ. ഞാൻ ചോദിച്ചാലേ ഉള്ളൂ. ഭയങ്കര സങ്കടമായിരുന്നു. കാണിക്കുന്നുണ്ടോ? സുഖം. എന്നിട്ട് എന്താ കൊണ്ടുവന്നൊരു കഥ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് പറയും. എന്ത് സാധനം അവിടെ പോയിട്ട് കൊണ്ടുവന്നേ? അത് ഡൊറിയൻ ചക്കയുടെ ബിസ്ക്കറ്റ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായി? ഞാൻ അവിടുന്ന് മലേഷ്യന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടുത്തെ വെറൈറ്റി സാധനമായ ഡൊറിയൻ ചക്ക ബിസ്ക്കറ്റ് വാങ്ങിച്ചതാ. സൂപ്പറായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചോദിച്ചതേ ഉള്ളൂ. സ്നേഹം കൊണ്ട് ഒരാൾ അടുക്കളയിൽ പോയിട്ട് ചേച്ചിക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പണി. പൊട്ടിച്ചപ്പോഴേ നല്ല മണമായിരുന്നു. മണത്ത് നോക്കിയപ്പോഴേ ഞാൻ തിരിച്ചു കൊടുത്തു. പോട്ടെ, ഏറ്റവും കൂടുതൽ ചേച്ചി എന്തിനാ വഴക്ക് പറയുന്നത്? വരെ ചേച്ചിയാണല്ലോ അമ്മ. എന്തിനാ വഴക്ക് പറയാറ്? അടുക്കും ചിട്ടയില്ലാത്തതിന്. വഴക്ക് പറയും. മറ്റവള് പഠിക്കാത്തതിന്. അമ്മ അവരെ ഇനിയും കൊണ്ടുപോകാൻ, എല്ലാവർക്കും പഠിക്കണം. അവള് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെന്നാണ് വിളിക്കുന്നത്.
കുഞ്ഞുങ്ങളെ കൊണ്ടുപോകല്ലേ, കുഞ്ഞുങ്ങൾ ഇല്ല, നല്ല പ്രായമുണ്ടായിരുന്നു. പ്രായമുണ്ട്. ചേച്ചി ഇത് ഇതിലെന്തോരം ഉണ്ടാവും? ഈ എന്നാ അറിയുന്ന പ്രായം എത്ര ആയെന്ന്? ഞങ്ങൾ ചോദിക്കുന്നില്ല, ഇന്റർവ്യൂ ചോദിക്കുന്നില്ല അത്. അതായത് സ്പോട്ടിഫൈയിൽ എന്റെ പ്രായം കാണിക്കൂലേ ഇപ്പൊ? ഉം. ഇപ്പൊ അങ്ങനത്തെ ഇത് ഉണ്ട്. ചേച്ചിയുടെ പ്രായമല്ലേ? അല്ലടാ, അതിൽ കൂടുതലുണ്ട്. നിനക്ക് കിട്ടിയില്ല, കൂടുതലുണ്ട്. ഞങ്ങള് ക്യാമറ ഒക്കെ കട്ട് ചെയ്ത് പോകും, പിന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ചേച്ചിയുടെ കയ്യിൽ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പറഞ്ഞോണ്ടിരിക്കുക. ക്ലിപ്പ് കുത്തിച്ച്. ഓക്കെ. അപ്പൊ ഇനി ഇതുപോലെ യാത്രകളൊക്കെ പോകുമ്പോ ഇനി നിങ്ങക്ക് പേടിയൊന്നും പേടിക്കൊന്നും വേണ്ടല്ലോ. പഠിച്ചില്ലേ എല്ലാം? അതെന്ത് ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇല്ല, കുഞ്ഞുങ്ങളെ ടെൻഷനാണ് നിങ്ങളോട് പോകുമ്പോ. അതിപ്പോ വളർന്നാലും അമ്മമാർക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും, വലിയ കുട്ടികളായാലും ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അന്ന് നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഇവരെല്ലാരും കൂടിയിട്ട് നമുക്ക് പുറത്തിരുന്ന് കുറച്ച് വിശേഷങ്ങളായിട്ട് പറയാം. ഞാൻ അച്ഛനുണ്ട്, അളിയനുണ്ട്, ഇല്ല നമ്മുടെ മറിയക്കുട്ടിയുണ്ട്. ഓക്കെ, അതൊക്കെ ഞങ്ങോട്ട് പോയാലോ? കഴിയും. ഓക്കെ.